ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. RRB ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ടുള്ള 25 ഡേ സ്റ്റഡി പ്ലാന്റെ സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സ് എക്കോണമിക്സ് ആൻഡ് ജോഗ്രഫി ആണ്. ഈ രണ്ട് സബ്ജക്ട്സിൽ നിന്നുള്ള അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which economist has written the book The General Theory of Employment, Interest and Money? The General Theory of Employment, Interest and Money എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വിൻസെന്റ് ക്രാഫോർഡ്, ഓപ്ഷൻ ബി ആഡം സ്മിത്ത്, ഓപ്ഷൻ സി ജോൺ കെയ്ൻസ്, ഓപ്ഷൻ ഡി മിൽട്ടൺ ഫ്രൈഡ്മാൻ. ഇവരിൽ ആരാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള ബുക്ക് എഴുതിയത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജോൺ കെയ്ൻസ്. ജോൺ കെയ്ൻസ് ഓർ ജോൺ മെയ്നർഡ് കെയ്ൻസ്, JM കെയ്ൻസ് ആണ്. ഹീസ് ഓൾസോ നോൺ ആസ് JM കെയ്ൻസ്. JM കെയ്ൻസ് ആണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് JM കെയ്ൻസ് ഓർ ജോൺ കെയ്ൻസ് ആണ്. ഇനി ആരാണ് ഈ JM കെയ്ൻസ് ഓർ ജോൺ മെയ്നർഡ് കെയ്ൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് എ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് ഈ ഒരു ജോൺ മെയ്നർഡ് കെയ്ൻസ്. ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് JM കെയ്ൻസ്. ആൻഡ് അദ്ദേഹത്തിന്റെ ബുക്കാണെന്ത് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആൻഡ് അതുപോലെ തന്നെ JM കെയ്ൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാദർ ഓഫ് കെയ്നേഷ്യൻ എക്കണോമിക്സ്. JM കെയ്ൻസിനെ ഫാദർ ഓഫ് കെയ്നേഷ്യൻ എക്കണോമിക്സ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഹീസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് കെയ്നേഷ്യൻ എക്കണോമിക്സ്. കെയ്നേഷ്യൻ എക്കണോമിക്സിന്റെ ഫാദർ എന്നും JM കെയ്ൻസിനെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇനി ഈ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ ആണെന്ത്, ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആഡം സ്മിത്തിനാണ് എന്ത് വിളിക്കുന്നത്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ആഡം സ്മിത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആണ് ആഡം സ്മിത്ത്. ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ് JM കെയ്ൻസ് ഓർ ജോൺ മെയ്നർഡ് കെയ്ൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആഡം സ്മിത്തിന്റെ വളരെ ഇമ്പോർട്ടന്റും വളരെ പോപ്പുലറും ആയിട്ടുള്ള ബുക്കാണെന്ത്, ദ വെൽത്ത് ഓഫ് നേഷൻസ്. ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്കാണ് ആഡം സ്മിത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്. ദ വെൽത്ത് ഓഫ് നേഷൻസ്, ഇതാണ് ആഡം സ്മിത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. Next question, which multiplier theory states that the economy will flourish the more the government spends? ഏത് മൾട്ടിപ്ലയർ തിയറി പറയുന്നത് അനുസരിച്ചിട്ടാണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടുമ്പോൾ എക്കോണമി ഫ്ലറിഷ് ആകും എന്ന് പറയുന്നത്? ഏത് മൾട്ടിപ്പിൾ തിയറിയാണ് ഇങ്ങനെ പറയുന്നത്, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൂടുമ്പോൾ എക്കോണമി കൂടുതൽ ഫ്ലറിഷ് ആകും, കൂടുതൽ ഗ്രോ ചെയ്യും എന്ന് പറയുന്നത് ഏത് മൾട്ടിപ്ലയർ തിയറി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഏർണിംഗ് മൾട്ടിപ്ലയർ, ഓപ്ഷൻ ബി കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ, ഓപ്ഷൻ സി ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആൻഡ് ഓപ്ഷൻ ഡി ഫിസ്ക്കൽ മൾട്ടിപ്ലയർ. ഇതിൽ ഏത് മൾട്ടിപ്ലയർ തിയറി പറയുന്ന അനുസരിച്ചാണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൂടുമ്പോൾ എക്കോണമി ഗ്രോ ചെയ്യും എന്ന് പറയുന്നത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ. കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ ആണെന്ത് ഈ ഒരു കാര്യം പറയുന്നത്, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ എക്കോണമി ഗ്രോ ചെയ്യും എന്ന് പറയുന്നത് കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ ആണ്. ഇനി കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ ആരാണ്, ഈ ഒരു കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെയാണ്. ദാറ്റ് ഈസ് JM കെയ്ൻസ്. ജോൺ മെയ്നർഡ് കെയ്ൻസ് തന്നെയാണ് ഈ ഒരു കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ എന്നുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. സോ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. JM കെയ്ൻസ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. സോ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന JM കെയ്ൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ത്, ഈ ഒരു കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ആൻഡ് കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ പറയുന്ന അനുസരിച്ച് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് ഓരോരോ പ്രൊജക്ട്സിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, ഗവൺമെന്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. അതിപ്പോൾ റോഡിന്റെ കൺസ്ട്രക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു പാലത്തിന്റെ കൺസ്ട്രക്ഷൻ ആവാം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. സോ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് എന്ത് കിട്ടും, ജോലി കിട്ടും. അതുപോലെ തന്നെ കുറെ ബിസിനസ്സുകാർക്ക് എന്ത് നടക്കും, ബിസിനസ് നടക്കും. കാരണം റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്തിന്റെ ആവശ്യമുണ്ട്, മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട്. സോ ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവർക്ക് എന്തുണ്ട്, കൂടുതൽ ബിസിനസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ലേബറിന്റെ ആവശ്യമുണ്ട്. സോ കുറെ പേർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. സോ കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്,
കുറെ ബിസിനസ്മാൻമാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കിട്ടുന്നുണ്ട്. സോ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഈ പൈസ ഈ ലേബേഴ്സിനും അതുപോലെ ഈ ബിസിനസ്മാനും ഇൻകം ആയിട്ടാണ് കിട്ടുന്നത്. സോ അവർക്ക് സാലറി കിട്ടും, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവർക്ക് കൂലി കിട്ടും. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ബിസിനസ് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. സോ അവരുടെ കയ്യിൽ എന്ത് വരുന്നു, കൂടുതൽ ഇൻകം വരുന്നു. സോ ഇങ്ങനെ ഇൻകം വന്നു, അതായത് ഈ വർക്കേഴ്സ് എല്ലാം വർക്ക് ചെയ്ത് അവർക്ക് സാലറി കിട്ടി. സോ അവരുടെ കയ്യിൽ പൈസ വന്നു. അവരെന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വീണ്ടും സ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ വീണ്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വർക്കർ അയാൾക്ക് കിട്ടിയ സാലറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു TV പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ TV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ TV വിൽക്കുന്ന ആൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. സോ അയാൾക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു ഇൻകത്തിന്റെയും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിന്റെ ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകും. ആദ്യം ഗവൺമെന്റ് ഇനിഷ്യലി സ്പെൻഡ് ചെയ്തു, അത് കുറച്ച് പേരുടെ ഇൻകം ആയിട്ട് മാറി. ആ ഇൻകം കിട്ടിയവർ അത് വീണ്ടും സ്പെൻഡ് ചെയ്തു. അപ്പൊ വേറെ കുറച്ച് പേർക്ക് അത് ഇൻകം ആയിട്ട് മാറി, അവരത് വീണ്ടും സ്പെൻഡ് ചെയ്തു. അപ്പൊ മറ്റൊരു ഗ്രൂപ്പിന് എന്ത് ചെയ്തു, അത് ഇൻകം ആയിട്ട് മാറി. ഇങ്ങനെ ഈ ഒരു ചെയിൻ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ എന്ത് സംഭവിക്കും, എക്കോണമിക്ക് ഗ്രോത്ത് സംഭവിക്കും. ഇതാണ് എന്ത് പറയുന്നത്, കെയ്നേഷ്യൻ മൾട്ടിപ്ലയർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which sector primarily involves the extraction of natural resources in India? ഏത് സെക്ടർ ആണ് നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൈമറി സെക്ടർ, ഓപ്ഷൻ ബി ക്വാട്ടേണറി സെക്ടർ, ഓപ്ഷൻ സി ടെറിഷറി സെക്ടർ, ഓപ്ഷൻ ഡി സെക്കൻഡറി സെക്ടർ. ഇവയിൽ ഏത് സെക്ടർ ആണ് നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ എക്കോണമിയെ ചെയ്യുന്ന എക്കോണമിക് ആക്ടിവിറ്റീസിന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, പല സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു എക്കോണമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത്, എക്കോണമിക് ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത് എക്കോണമീസിനെ എന്ത് ചെയ്യാൻ പറ്റും, പല സെക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണെന്ത്, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. സോ സെക്ടറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ ഉണ്ട്. സെക്കൻഡ് വൺ ആണെന്ത്, സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ക്വാട്ടേണറി സെക്ടർ ആൻഡ് ക്യൂനറി സെക്ടർ. ഇങ്ങനെ 5 സെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എക്കോണമിയെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ 5 സെക്ടേഴ്സ് ആയിട്ട് എക്കോണമിയെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ക്വാട്ടേണറി സെക്ടർ ആൻഡ് ക്യൂനറി സെക്ടർ. ഇങ്ങനെ 5 സെക്ടേഴ്സ് ആയിട്ട് ചെയ്യുന്ന എക്കോണമിക് ആക്ടിവിറ്റീസിന്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്കോണമിയെ 5 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് 5 സെക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ക്വാട്ടേണറി സെക്ടർ, ക്യൂനറി സെക്ടർ. ഇനി പ്രൈമറി സെക്ടറിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് പ്രൈമറി സെക്ടറിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, ഫാമിംഗ്, ഫിഷിംഗ്, ഫോറസ്ട്രി, ഇതെല്ലാം പ്രൈമറി സെക്ടറിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഈ ആക്ടിവിറ്റീസിലെല്ലാം എന്താണ് ചെയ്യുന്നത്, നാച്ചുറൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഗ്രികൾച്ചറിൽ എന്താ ചെയ്യുന്നത്, ലാൻഡ് എന്നുള്ള നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫുഡ് ഗ്രെയിൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. സോ അവിടെ നാച്ചുറൽ റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈനിങ്ങും പ്രൈമറി സെക്ടറിനകത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മൈനിങ്ങിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നേച്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള ഓസ് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ മൈൻ ചെയ്തെടുക്കുന്നു. ഗോൾഡ്, ബോക്സൈറ്റ് പോലെയുള്ള ഓർസ് ഒക്കെ എന്ത് ചെയ്യുന്നു, നേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ പ്രൈമറി സെക്ടറിലാണ് എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡറി സെക്ടറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, അത് മെയിൻലി ഈ ഫുഡ് ഗ്രെയിൻസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസും ആയിരിക്കും. പ്രൈമറി സെക്ടറിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, മറ്റ് ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫാമിംഗ് വഴി എന്ത് ചെയ്യുന്നു, ഒരു ഫാമർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ വഴി ഒരു ഫാമർ എന്ത് ചെയ്യുന്നു, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഈ കോട്ടൺ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ഒന്നുമില്ല. ഈ കോട്ടൺ എന്തായിട്ട് മാറണം, ഒരു ക്ലോത്ത് ആയിട്ട് മാറണം. ഒരു ഷർട്ടോ ഒരു കുർത്തയായിട്ട് മാറിയാൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉള്ളൂ. സോ ഇത് മറ്റൊരു ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോട്ടൺ ആക്ട് ചെയ്യുന്നത്. സോ പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിനെ
കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന സെക്ടർ ആണെന്ത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സോ സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് മാനുഫാക്ചറിങ് സെക്ടർ. സോ സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാനുഫാക്ചറിങ് സെക്ടർ. മാനുഫാക്ചറിങ് സെക്ടറിൽ പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി ടെറിഷറി സെക്ടർ. ടെറിഷറി സെക്ടറിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം ടെറിഷറി സെക്ടർ ചെയ്യുന്ന കാര്യം പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ടെറിഷറി സെക്ടർ സർവീസസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെറിഷറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് സർവീസ് സെക്ടർ ഓർ സർവീസസ് സെക്ടർ എന്നുള്ള പേര്. ഇനി ക്വാട്ടേണറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ക്വാട്ടേണറി സെക്ടറിൽ നടക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ക്വാട്ടേണറി സെക്ടറിനെ വിളിക്കുന്ന പേരാണെന്ത് നോളജ് സെക്ടർ. സോ ക്വാട്ടേണറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് നോളജ് സെക്ടർ. സോ ക്വാട്ടേണറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോളജ് സെക്ടർ. സോ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ ഒരു ക്വാട്ടേണറി സെക്ടറിനകത്ത് നടക്കുന്നത്. ഇനി ക്യുനറി സെക്ടർ എടുത്തു കഴിഞ്ഞാൽ, ക്യുനറി സെക്ടർ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സെക്ടർ, ടോപ്പ് ലെവൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ക്യുനറി സെക്ടറിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ്, ഒരു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന ആരാണ്, ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാം എന്താണ്, ക്യുനറി സെക്ടറിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ടോപ്പ് ലെവൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആരാണ്, ചെയർമാൻ അല്ലെങ്കിൽ സിഇഒ ആണ്. സോ അങ്ങനെയുള്ള ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന സെക്ടർ ആണ് എന്ത്, ക്യുനറി സെക്ടർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which sector is responsible for providing electricity in India? ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെക്ടർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി പവർ, ഓപ്ഷൻ സി മൈനിങ് ആൻഡ് ഓപ്ഷൻ ഡി ടെക്സ്റ്റൈൽ. ഇതിൽ ഏത് സെക്ടർ ആണ് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി പവർ. പവർ സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. Next question, cargo services are a part of the dash activities of the service sector. Cargo services നമ്മുടെ എക്കോണമിയിലെ ഏത് സെക്ടറിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്വാട്ടേണറി, ഓപ്ഷൻ ബി ടെറിഷറി, ഓപ്ഷൻ സി പ്രൈമറി, ഓപ്ഷൻ ഡി ട്രാൻസ്പോർട്ട്. ഇതിൽ ഏത് സെക്ടറിലാണ് കാർഗോ സർവീസസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് എക്കോണമിയിലെ ഏത് സെക്ടറിൽ പെടുന്ന ആക്ടിവിറ്റിയാണ് കാർഗോ സർവീസസിനകത്ത് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി ടെറിഷറി. കാർഗോ സർവീസസ് എല്ലാം തന്നെ ടെറിഷറി സെക്ടറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇനി എന്തായിരുന്നു ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്, പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യുന്ന, ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെക്ടർ ആണെന്ത്, ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ടെറിഷറി സെക്ടറിൽ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഗുഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ അല്ലെങ്കിൽ സർവീസസ്, അതാണ് എന്ത് ചെയ്യുന്നത്, ടെറിഷറി സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പ്രൈമറി സെക്ടറിനകത്തുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്ടറിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചറിനകത്ത് സപ്പോസ് ഒരു ഫാമർ എന്ത് ചെയ്യുന്നു, അയാളുടെ ഫീൽഡിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നു. സോ അയാളുടെ ഫീൽഡിൽ അയാൾ എന്ത് ചെയ്തു, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തു. ഈ കോട്ടൺ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ഇതൊരു ഷർട്ടോ കുർത്തയായിട്ട് മാറിയാലേ നമുക്ക് എന്തുള്ളൂ, ഇതുകൊണ്ട് യൂസ് ഉള്ളൂ. ആൻഡ് ഇത് ഷർട്ട് അല്ലെങ്കിൽ കുർത്തയാക്കി മാറ്റുന്നത് ആരാണ്, സെക്കൻഡറി സെക്ടർ ആണ്. സോ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോട്ടണിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷർട്ട് അല്ലെങ്കിൽ കുർത്തയായിട്ട് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു കോട്ടൺ ഇപ്പോൾ ഫാമറിന്റെ ഫീൽഡിൽ ഇരിക്കുകയാണ്. ഈ ഒരു കോട്ടൺ എവിടെ എത്തണം, ഫാക്ടറിയിലേക്ക് എത്തണം. മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന ഇതൊരു ഷർട്ടായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, സോ ഈ കോട്ടനെ ഫാക്ടറിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, സർവീസ് സെക്ടറിനകത്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, മണിയുടെ ആവശ്യമുണ്ട്, പൈസയുടെ ആവശ്യമുണ്ട്. ആ പൈസ കൊടുക്കുന്ന ആരായിരിക്കും, ബാങ്ക് ആയിരിക്കും ലോൺ ആയിട്ട് പൈസ കൊടുക്കുന്നത്. സോ ബാങ്കിങ് എന്ന് പറയുന്നതും എവിടെ വരുന്ന ആക്ടിവിറ്റിയാണ്,
ടെറിഷറി സെക്ടറിനകത്ത് വരുന്ന ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഈ കോട്ടൺ ഫാക്ടറിയിൽ എത്തുന്നത് വരെ എന്ത് ചെയ്യണം, ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത് എവിടെ എത്തി, ഈ ഒരു ലോഡ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ, ഈ ഒരു ലോഡ് ഫാക്ടറിയിൽ എത്തിയോ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ടെറിഷറി സെക്ടറിനകത്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ടെറിഷറി സെക്ടറിനകത്ത് വരുന്നത്. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ബാങ്കിങ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഈ ആക്ടിവിറ്റീസ് എല്ലാം എന്താണ് ബേസിക്കലി ചെയ്യുന്നത്, പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഗുഡ്സിന്റെയും സർവീസസ്, ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതാണ് ടെറിഷറി സെക്ടറിനകത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ടെറിഷറി സെക്ടറിൽ തന്നെ ഗുഡ്സിന്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാത്ത ചില പ്രൊഫഷൻസ് എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ടെറിഷറി സെക്ടർ എന്ത് ചെയ്യുന്നു, പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യുന്നു ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെറിഷറി സെക്ടർ ചെയ്യുന്നത്. അതേസമയം ടെറിഷറി സെക്ടറിനകത്തുള്ള ചില ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സിന്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെറിഷറി സെക്ടറിനകത്ത് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫസർ, അതുപോലെ തന്നെ ടീച്ചർ. ഇങ്ങനെയുള്ള പ്രൊഫഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നില്ല, ഗുഡ്സിന്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഡോക്ടർ ഗുഡ്സിന്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, എഞ്ചിനീയർ ഗുഡ്സിന്റെ പ്രൊഡക്ഷന്റെ ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, ടീച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലോയേഴ്സ് ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ പ്രൊഫഷൻസ് എല്ലാം തന്നെ നമ്മൾ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ടെറിഷറി സെക്ടറിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അത് നോട്ട് ചെയ്യുക. ഗുഡ്സിന്റെ പ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാത്ത, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാത്ത പ്രൊഫഷൻസ് ആയിട്ടുള്ള ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, ടീച്ചർ, ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെറിഷറി സെക്ടറിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൈമർലി ഫോക്കസ് ഓൺ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ. റിസർച്ചിലും ഇൻഫർമേഷനിലും ഫോക്കസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഏത് സെക്ടറിനകത്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ, റിസർച്ചിനും ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിസർച്ചും ഇൻഫർമേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏത് സെക്ടറിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്കൻഡറി, ഓപ്ഷൻ ബി ക്വാട്ടർണറി, ഓപ്ഷൻ സി പ്രൈമറി ആൻഡ് ഓപ്ഷൻ ഡി ടെറിഷറി. ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്വാട്ടർണറി. സോ നേരത്തെ തന്നെ കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം എവിടെയായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ക്വാട്ടർണറി സെക്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാട്ടർണറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, നോളജ് സെക്ടർ. സോ ക്വാട്ടർണറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോളജ് സെക്ടർ. റിസർച്ചും ഇൻഫർമേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മൾ ക്വാട്ടർണറി സെക്ടറിൽ, നാലാമത്തെ സെക്ടർ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടർണറി, ക്വിനറി, ഇതായിരുന്നല്ലോ 5 സെക്ടേഴ്സ്. ഇതിൽ നാലാമത്തെ സെക്ടർ ആയിട്ടുള്ള ക്വാട്ടർണറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ക്വാട്ടർണറി സെക്ടറിനെ, റിസർച്ചും ഇൻഫർമേഷനും എല്ലാം തന്നെ ക്വാട്ടർണറി സെക്ടറിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്വാട്ടർണറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, നോളജ് സെക്ടർ എന്ന് പറയുന്നത്. Next question, which of the following is a characteristic of public goods? ഇതിൽ ഏതാണ് പബ്ലിക് ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി നോൺ റൈവലറി, ഓപ്ഷൻ സി ഇലാസ്റ്റിസിറ്റി ആൻഡ് ഓപ്ഷൻ ഡി എക്സ്ക്ലൂഡബിൾ. ഇതിൽ ഏതാണ് പബ്ലിക് ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയാം. എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയാം. പബ്ലിക് ഗുഡ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എല്ലാവർക്കും ഈക്വലി ആക്സസിബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിലെ എല്ലാവർക്കും ഈക്വലി ആക്സസിബിൾ, ഈക്വലി കിട്ടുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പബ്ലിക് ഗുഡ്സ് 2 ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണെന്ത്, നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്.
സോ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സോ പബ്ലിക് ഗുഡ്സ് എന്തായിരുന്നു? ഒരു സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ലഭിക്കുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. പബ്ലിക് ഗുഡ്സിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത്? നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഈ പബ്ലിക് ഗുഡ്സ് എന്താണ്? അവൈലബിൾ ആണ്. ആരെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പബ്ലിക് ഗുഡ്സിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പബ്ലിക് ഗുഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ കേസ് എടുക്കുക. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പേഴ്സണ് മാത്രം അത് കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരാളെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി നിർത്താൻ സാധിക്കില്ല. അതാണ് നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത്. സോ പബ്ലിക് ഗുഡ്സിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഒരാളെയും നമുക്ക് ഈ ഒരു ഗുഡ്സ് ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ, എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ എക്സ്ക്ലൂഡബിൾ. സോ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത്? നോൺ റൈവലറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോൺ റൈവലറി എന്ന് പറയുന്നത്. സോ നോൺ റൈവലറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ എക്സാമ്പിൾ തന്നെ വീണ്ടും എടുക്കുന്നു. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സെയിം ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രീറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരാള് ഈ സ്ട്രീറ്റ് ലൈറ്റ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉപയോഗം കുറയുന്നില്ല. അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഒരേ സമയം സ്ട്രീറ്റ് ലൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരാൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നില്ല? അതിന്റെ ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നില്ല. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ റൈവലറി. സോ പബ്ലിക് ഗുഡ്സിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നോൺ എക്സ്ക്ലൂഡബിൾ, അതായത് ആരെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും ഈ ഗുഡ്സ് ഒരേപോലെ ആക്സസിബിൾ ആണ്, അവൈലബിൾ ആണ്. രണ്ടാമത്തെ ആണെന്ത്? നോൺ റൈവലറി. നോൺ റൈവലറി എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഈ ഒരു ഗുഡ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൾട്ടിപ്പിൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരാൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഇതിന്റെ ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നില്ല. അതാണ് നോൺ റൈവലറി. സോ 4 ഓപ്ഷൻസ് നോക്കുക. ഇൻഇലാസ്റ്റിസിറ്റി, നോൺ റൈവലറി, ഇലാസ്റ്റിസിറ്റി, എക്സ്ക്ലൂഡബിൾ. പബ്ലിക് ഗുഡ്സിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സേ ഉള്ളൂ, നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവലറിയും. ഓപ്ഷനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? നോൺ റൈവലറി മാത്രമേ ഉള്ളൂ. സോ ഇതാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എല്ലാ സബ്ജക്ട്സിനും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷന് ഈ 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷോർട്ടേജ് ഉണ്ട്, എവിടെയെങ്കിലും കുറച്ച് കണ്ടന്റ്സ് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ട്, അതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫോക്കസ് വേണം എന്നുണ്ടെങ്കിൽ സബ്ജക്ട് വൈസ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ RRB ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇപ്പോൾ ഓഫറിലാണ് ഈ ഒരു കോഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫെർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും, ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫെർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7012615062 7012615062. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ 25 ഡേ സ്റ്റഡി പ്ലാനുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. So next question, which is the most widely accepted model to explain the formation and evaluation of the solar system? സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഓർ മോഡൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്ലൗഡ് ഹൈപ്പോത്തിസിസ്, ഓപ്ഷൻ ബി ഗ്യാസ് ഹൈപ്പോത്തിസിസ്, ഓപ്ഷൻ സി നെബുലാർ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓപ്ഷൻ ഡി സോളാർ ഹൈപ്പോത്തിസിസ്. ഇതിൽ ഏതാണ് സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നെബുലാർ ഹൈപ്പോത്തിസിസ്. നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ് സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ഇനി
ഈ ഒരു നെബുലാർ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്ന അനുസരിച്ച് സോളാർ സിസ്റ്റം ഫോം ചെയ്യുന്നത് ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഇന്റർസ്റ്റെല്ലാർ ക്ലൗഡ്. സോ റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ഗ്യാസസ്. ഇന്റർസ്റ്റെല്ലാർ ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെയും, സോ ഇന്റർസ്റ്റെല്ലാർ ബഹിരാകാശത്തുള്ള ഗ്യാസസിന്റെയും ഡസ്റ്റിന്റെയും എല്ലാം കൂടി ഒരു ക്ലൗഡ് ഉണ്ടായിരുന്നു. ഈ ക്ലൗഡ് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലൗഡ് ആണ്. ഈ ക്ലൗഡിനെ വിളിച്ചിരുന്ന പേരാണെന്ത്? നെബുല എന്ന് പറയുന്നത്. നെബുല എന്ന് പറയുന്നത് സ്പേസിലുള്ള ഗ്യാസസും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ക്ലൗഡ് ആയിരുന്നു. ഈ ഒരു ക്ലൗഡ് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഈ ഒരു ക്ലൗഡിനെ വിളിക്കുന്ന പേരാണെന്ത്? നെബുല എന്ന് പറയുന്നത്. ഈ നെബുലയ്ക്ക് സ്വന്തമായിട്ട് ഗ്രാവിറ്റി ഉണ്ട്. ഈ സ്വന്തം ഗ്രാവിറ്റി മൂലം തന്നെ എന്ത് ചെയ്തു? നെബുല അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു പോയി. സോ നെബുല എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്തു പോയി. നെബുല സ്വന്തം ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ, നെബുലയുടെ സ്വന്തം ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ നെബുല എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് പോയി. അങ്ങനെ കൊളാപ്സ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നെബുല എന്ന് പറഞ്ഞ ഈ ഒരു ക്ലൗഡ് തകർന്നപ്പോൾ അതിന്റെ മിക്ക മെറ്റീരിയൽസും കൂടി എന്ത് ചെയ്തു? സെന്റർ റീജിയനിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ആൻഡ് സെന്റർ റീജിയൻ എന്തായിട്ട് മാറി? പിന്നീട് സൺ ആയിട്ട് മാറി. ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ ഒരു സെന്റർ റീജിയന്റെ, ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ സെന്റർ റീജിയന്റെ ചുറ്റും എന്ത് ചെയ്തു? ഒരു ഡിസ്ക് പോലെ ഫോം ചെയ്തു. ആൻഡ് ഈ ഡിസ്കിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ കൊളിഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് പ്ലാനറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇതാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. സോ നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്ന അനുസരിച്ച് സോളാർ സിസ്റ്റം ഫോം ചെയ്തത് നെബുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൗഡിൽ നിന്നാണ്. ഈ ഒരു ക്ലൗഡ് എന്ന് പറയുന്നത് ഗ്യാസസും ഡസ്റ്റും വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് ആയിരുന്നു. ഈ ഒരു ക്ലൗഡ് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഗ്രാവിറ്റി മൂലം തന്നെ എന്ത് ചെയ്തു? ഈ ഒരു ക്ലൗഡ് കൊളാപ്സ് ആയി പോയി, തകർന്നു പോയി. അങ്ങനെ തകർന്നു കഴിഞ്ഞപ്പോൾ മിക്ക മെറ്റീരിയൽസും കൂടി എന്ത് ചെയ്തു? ഒരു പെർട്ടിക്കുലർ സെന്റർ റീജിയനിൽ ഫോക്കസ് ചെയ്തു. ഈ ഒരു സെന്റർ റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് സണ്ണായിട്ട് മാറുന്നത്. ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ ഒരു സെന്റർ റീജിയന്റെ ചുറ്റും ഒരു ഡിസ്ക് പോലെ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ആൻഡ് ഈ ഡിസ്കിന്റെ അകത്ത് തന്നെ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് പ്ലാനറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇതാണ് നെബുലാർ ഹൈപ്പോത്തിസിസ്. Next question. With reference to space science, which of the following planets do not have even one moon? സ്പേസ് സയൻസിന്റെ റെഫറൻസ് നോക്കുമ്പോൾ ഇതിൽ ഏത് പ്ലാനറ്റ്സിനാണ് ഒരു മൂൺ പോലും ഇല്ലാത്തത്? മൂണുകൾ ഒന്നും തന്നെ ഇല്ലാത്ത പ്ലാനറ്റ്സ് ഇവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് വീനസ് ആൻഡ് മെർക്കുറി. സെക്കൻഡ് ഓപ്ഷൻ ബി നെപ്റ്റ്യൂൺ ആൻഡ് മാസ്. ഓപ്ഷൻ സി യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓപ്ഷൻ ഡി ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. ഇവയിൽ ഏത് പ്ലാനറ്റ്സിനാണ് സ്വന്തമായിട്ട് ഒരു മൂൺ ഇല്ലാത്തത് എന്നാണ് ചോദ്യം. നാച്ചുറൽ മൂൺ ഇല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെർക്കുറി ആൻഡ് വീനസ്. വീനസിനും മെർക്കുറിക്കും ആണ് എന്തില്ലാത്തത്? മൂണുകളൊന്നും തന്നെ ഇല്ലാത്തത്. സോ ദീസ് ടു പ്ലാനറ്റ്സ്, ഈ രണ്ട് പ്ലാനറ്റ്സിനും എന്തില്ല? സ്വന്തമായിട്ട് മൂണുകൾ ഇല്ല. സോ ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള പ്ലാനറ്റ് എടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയാണ് ഫേസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. മെർക്കുറിക്ക് എന്തില്ല? മൂണുകളൊന്നും തന്നെ ഇല്ല. സോ മെർക്കുറി ഹാസ് 0 മൂൺസ്. മെർക്കുറിക്ക് മൂണുകളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വീനസിനും എന്തില്ല? മൂണുകളൊന്നും തന്നെ ഇല്ല. സോ വീനസിനും മൂണിന്റെ എണ്ണം എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എർത്ത് ആണ്. എർത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എർത്തിന് എന്തേ ഉള്ളൂ? ഒരേ ഒരു മൂൺ മാത്രമേ ഉള്ളൂ. സോ എർത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എർത്തിന് ഒരേ ഒരു മൂൺ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. മാസ് എടുത്തു കഴിഞ്ഞാൽ മാസിന് 2 മൂൺസ് ഉണ്ട്. മാർസ് എടുത്താൽ മാസിന്റെ കേസിൽ മാസിന് എന്തുണ്ട്? 2 മൂണുകൾ ഉണ്ട്. മാസിന്റെ 2 മൂണുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോബോസും ഡൈമോസും ആണ് മാർസിന്റെ 2 മൂണുകൾ എന്ന് പറയുന്നത്. മാസിന്റെ 2 മൂണുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോബോസും അതുപോലെ തന്നെ ഡൈമോസും ആണ് മാർസിന്റെ 2 മൂൺ എന്ന് പറയുന്നത്. സോ മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന് 95 മൂൺസ് ഉണ്ട്. ജൂപ്പിറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന് ഡിസ്കവർ ചെയ്യപ്പെട്ട മൂണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 95 മൂൺസ് ആണ്. ജൂപ്പിറ്ററിന് 95 മൂണുകളാണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ജൂപ്പിറ്റർ കഴിഞ്ഞതിന് ശേഷം സാറ്റേൺ ആണ്.
സാറ്റേണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സാറ്റേണിന് 146 മൂൺസ് ഉണ്ട്. സാറ്റേണിന്റെ കേസിൽ 146 മൂണുകളാണ് സാറ്റേണിന് ഉള്ളത്. ദെൻ യുറാനസിന്റെ കേസ് എടുത്താൽ യുറാനസിന് 27 മൂണുകളുണ്ട്. യുറാനസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനറ്റിന് 27 മൂണുകളാണുള്ളത്. ആൻഡ് നെപ്റ്റ്യൂണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നെപ്റ്റ്യൂണിന് 14 മൂൺസ് ഉണ്ട്. നെപ്റ്റ്യൂണിന്റെ കേസിൽ നെപ്റ്റ്യൂണിന് 14 മൂൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിന്റെ നാച്ചുറൽ മൂൺസിന്റെ എണ്ണം എന്ന് പറയുന്നത്. മെർക്കുറിക്ക് മൂണില്ല, വീനസിന് മൂണില്ല, എർത്തിന് ഒരേ ഒരു മൂണാണുള്ളത്, മാർസിന് 2 മൂൺസ് ഉണ്ട്, ഫോബോസും ഡൈമോസും, ജൂപ്പിറ്ററിന് 95 മൂൺസ് ഉണ്ട്, സാറ്റേണിന് 146 മൂൺസ്, യുറാനസിന് 27 മൂൺസ്, നെപ്റ്റ്യൂണിന് 14 മൂണുകൾ. ഇതാണ് സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിന്റെ മൂൺസിന്റെ നാച്ചുറൽ മൂൺസിന്റെ എണ്ണം എന്ന് പറയുന്നത്. Next question. Macroeconomics can be defined as. Macroeconomics ന്റെ definition എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, a study of individuals, households and firms' behavior in decision making and allocation of resources. Option B, a branch of economics that studies the individual's mode of investments. Option C, a branch of economics that studies the methods of profits. Option D, a branch of economics that studies the behavior and performance of an economy as a whole. ഇതിലേതാണ് മാക്രോ എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എക്കോണമി ആസ് എ ഹോൾ. എക്കോണമിക്സിനെ നമുക്ക് 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ആണെന്ത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എക്കോണമി മുഴുവനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഒരു എക്കോണമി ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതായത് എക്കോണമിയിൽ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, അൺഎംപ്ലോയ്മെന്റ് എത്രത്തോളം ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്കോണമി ജനറൽ ആയിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ എക്കണോമിക്സിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്കോണമി ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബ്രാഞ്ച് ആണെന്ത്, മൈക്രോ എക്കണോമിക്സ്. സെക്കൻഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണെന്ന് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വസ്തുവിന്റെ പ്രൈസ് എങ്ങനെയാണ്, അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്, അതിന്റെ സപ്ലൈ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളും സ്റ്റഡി ചെയ്യുന്ന എക്കണോമിക്സിന്റെ ബ്രാഞ്ച് ആണെന്ത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതായത് ഒരു മാർക്കറ്റിനകത്തുള്ള ഓരോ ഗുഡ്സിന്റെയും പ്രൈസ് എങ്ങനെയാണ്, ഡിമാൻഡ് എങ്ങനെയാണ്, സപ്ലൈ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ആണെന്ത്, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ജനറലി എക്കോണമിയെ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ആണെന്ത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, അൺഎംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, എംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക്സിനകത്ത് സ്റ്റഡി ചെയ്യുന്നത്. Next question. What was the primary characteristic of the Indian economy on the eve of independence in 1947? 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി എങ്ങനെയുള്ള എക്കോണമി ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എ, ഇറ്റ് വാസ് ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് എക്കോണമി വിത്ത് എ സ്ട്രോങ് മാനുഫാക്ചറിംഗ് സെക്ടർ. Option B, it had a well-developed banking and financial system. Option C, it was primarily an agricultural economy with most of the population dependent on agriculture. Option D, it was a net exporter of industrial products. 1947 ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. It was primarily an agricultural economy with most of the population dependent on agriculture. 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമിയായിരുന്നു. അതായത് ഇന്ത്യ മുഴുവനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയായിരുന്നു.
മിക്ക ആൾക്കാരും കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ എക്കോണമി ആയിരുന്നു. കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള പോപ്പുലേഷന്റെ മിക്ക ആളുകളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് എക്കോണമി ആയിരുന്നു 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ. ഇൻഡസ്ട്രിയൽ സെക്ടർ ഒക്കെ വളരെ കുറവായിരുന്നു. നമ്മുടെ പോപ്പുലേഷന്റെ മെജോറിറ്റി പോർഷനും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. സോ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു, കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, during the early years post independence, which sector was prioritized for the development in India? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഏത് സെക്ടറിന്റെ ഡെവലപ്മെന്റിനാണ് ഗവൺമെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, ദാറ്റ് ഈസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ ഏത് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്വാട്ടർണറി സെക്ടർ, ഓപ്ഷൻ ബി സെക്കൻഡറി സെക്ടർ, ഓപ്ഷൻ സി പ്രൈമറി സെക്ടർ, ഓപ്ഷൻ ഡി ടെറിട്ടറി സെക്ടർ. ഇതിൽ ഏത് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ മുൻഗണന കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടറിൽ എന്താ ഉള്ളത്? നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ, ഫാമിംഗ്, ഫിഷിംഗ്, ഫോറസ്ട്രി, മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ, ഇതുപോലെ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിലുള്ളത്. അതായത് അഗ്രികൾച്ചറും അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൈമറി സെക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തത്? ഗവൺമെന്റ് ഫോക്കസ് കൊടുത്തത്. ബിക്കോസ് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഫേസ് ചെയ്ത മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, രണ്ടാമത്തത് പോവേർട്ടി ആയിരുന്നു. ഈ രണ്ട് ഇഷ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ നമുക്ക് ഫുഡിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ഇല്ലായിരുന്നു. സോ അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് സഫിഷ്യന്റ് ആകാനായിട്ട് എന്താണ് നമ്മുടെ രാജ്യത്തുള്ള പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ കൂടുതൽ അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്തു. ഇൻഡിപെൻഡൻസിന് ശേഷം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. അതായത് പ്രൈമറി സെക്ടറിലാണ് എന്ത് ചെയ്തത്? നമ്മൾ കൂടുതൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഇത് എവിടെ കാണാനായിട്ട് സാധിക്കും? നമ്മുടെ 5 ഇയർ പ്ലാനിൽ ഇത് കാണാൻ സാധിക്കും. സോ 5 ഇയർ പ്ലാൻ എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 1951 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തിനാണ് ഫോക്കസ് ചെയ്തത്? അഗ്രികൾച്ചർ സെക്ടറിലാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഫോക്കസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. അതുകൊണ്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ഫോക്കസ് ചെയ്തു. അതായത് പ്രൈമറി സെക്ടറിലാണ് എന്ത് ചെയ്തത്? ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. Next question, which of the following statements is true about mixed economy? Mixed economy കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, a mixed economy is one in which the public sector consisting of government enterprises and the private sector consisting of private enterprises do not coexist with each other. Option B, a mixed economy is one in which only the private sector exists. Option C, a mixed economy is the one in which public sector and the private sector coexist with each other. And option D, a mixed economy is the one in which only the private sector consisting of private enterprises exists. ഇതിൽ ഏതാണ് മിക്സ്ഡ് എക്കോണമിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ മിക്സ്ഡ് എക്കോണമിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. A mixed economy is the one in which the public sector and the private sector coexist with each other. സോ ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന 3 മേജർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? what to produce, how to produce and for whom to produce. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന 3 മേജർ പ്രോബ്ലംസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഈ
ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പല കൺട്രീസ് എന്ത് ചെയ്തു, പല മെക്കാനിസംസ് അല്ലെങ്കിൽ പല മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്തത്. അതിന്റെ ബേസിസിൽ വേൾഡിലുള്ള എല്ലാ എക്കോണമീസിനെയും നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണ് എന്ത്, ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. സോ ഫ്രീ മാർക്കറ്റ് എക്കോണമി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, വലിയ രീതിയിൽ ഇന്റർഫിയർ ചെയ്യില്ല. ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് കൈവശം വെക്കാനും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുമായിട്ടുള്ള എന്താണ് ആ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു എക്കോണമി കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ഡിമാൻഡ്, സപ്ലൈ, കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കോണമി കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഫ്രീ മാർക്കറ്റ് എക്കോണമി വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ക്യാപിറ്റലിസം. ഗവൺമെന്റിന്റെ കൺട്രോൾ കുറവാണ്, മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ പ്രൈവറ്റ് വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് കൈവശം വെക്കാനും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. അതാണ് ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്കോണമിയാണ് എന്ത്, സെൻട്രലി പ്ലാൻഡ് എക്കോണമി. സോ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഇവിടെ റിസോഴ്സസ് മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. ഇവിടെ പ്രൈവറ്റ് സെക്ടർ എന്ത് കാണില്ല, റോൾ ഒന്നും തന്നെ കാണില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് സോഷ്യലിസം. ഈ ഒരു എക്കോണമിയെ വിളിക്കുന്ന പേരാണ് എന്ത്, സോഷ്യലിസം. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്ത എക്കോണമി വിളിക്കുന്ന പേരാണെന്ത്, മിക്സ്ഡ് എക്കോണമി. ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് ഇല്ല, എല്ലാം പ്രൈവറ്റിന്റെ കയ്യിലാണ്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ പ്രൈവറ്റ് ഇല്ല, എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതേസമയം മിക്സ്ഡ് എക്കോണമി എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, ഗവൺമെന്റ് സെക്ടറും ഉണ്ട്, അതായത് പബ്ലിക് സെക്ടറും ഉണ്ട്. രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഒരേ സമയം എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് മിക്സ്ഡ് എക്കോണമി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, എ മിക്സ്ഡ് എക്കോണമി ഇസ് എ വൺ ഇൻ വിച്ച് പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെന്റ് എന്റർപ്രൈസസും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് എന്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുന്നു, ഒരേ സമയം ഒരേപോലെ നിലനിൽക്കുന്നു. അതാണെന്ത്, മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. Next question. What is the source of energy of the sun and the stars? സണ്ണിന്റെയും സ്റ്റാർസിന്റെയും എനർജിയുടെ സോഴ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കമ്പഷൻ ഓഫ് ഹീലിയം ഗ്യാസ്. ഓപ്ഷൻ ബി, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓപ്ഷൻ സി, ന്യൂക്ലിയർ ഫിഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിലേതാണ് സണ്ണിന്റെയും സ്റ്റാർസിന്റെയും എനർജിയുടെ സോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സണ്ണിനും സ്റ്റാർസിനും എന്ത് ചെയ്യുന്നത്, എനർജി കിട്ടുന്നത്. ഇനി എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റർ എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് ഹൈഡ്രജൻ പോലെയുള്ള ലൈറ്റർ എലമെന്റ്സ്, ഈ ലൈറ്റർ എലമെന്റ്സിന്റെ ന്യൂക്ലിയർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും, വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറിലും വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റർ എലമെന്റ്സ് ആയിട്ടുള്ള, വളരെ ലൈറ്റർ എലമെന്റ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ പോലെയുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഹെവിയർ എലമെന്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഹീലിയം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ആകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിനും സ്റ്റാർസിനും എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈറ്റർ എലമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ എലമെന്റ് ആയിട്ട് മാറുന്നു. നോർമലി ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു ഹീലിയം ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിനും സ്റ്റാർസിനും മറ്റ് സ്റ്റാർസിനും എന്ത് ചെയ്യുന്നത്, എനർജി സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. Next question. Which of the following is the nearest galaxy to the Milky Way? മിൽക്കി വേ ഗാലക്സിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, സിഗാർ ഗാലക്സി. ഓപ്ഷൻ ബി, വേൾപൂൾ ഗാലക്സി. ഓപ്ഷൻ സി, ആൻഡ്രോമേഡ ഗാലക്സി. ആൻഡ് ഓപ്ഷൻ ഡി, ടാഡ്പോൾ ഗാലക്സി. ഇതിൽ ഏത് ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട്, ഏറ്റവും അടുത്തുള്ള ഗാലക്സി എന്നാണ് ക്വസ്റ്റ്യൻ.
സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻഡ്രോമേഡ ഗാലക്സി ആണ്. ആൻഡ്രോമേഡ ഗാലക്സി ആണ് മിൽക്കി വേ ഗാലക്സിക്ക് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ഗാലക്സി എന്ന് പറയുന്നത്. ആൻഡ് ഈ ആൻഡ്രോമേഡ ഗാലക്സിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, M31. ആൻഡ്രോമേഡ ഗാലക്സിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് M31 ഗാലക്സി ഓർ മെസ്സിയർ 31 ഗാലക്സി. മെസ്സിയർ 31 ഗാലക്സി ഓർ M31 ഗാലക്സി എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ആൻഡ്രോമേഡ ഗാലക്സിയെ വിളിക്കാറുണ്ട്. ഇതാണ് എർത്തിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി എന്ന് പറയുന്നത്. ആൻഡ് എർത്തിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മേജർ ഗാലക്സി. എർത്തിന് നിയറസ്റ്റ് ആയിട്ട് മറ്റ് ചില ഗാലക്സീസ് ഉണ്ട്, പക്ഷെ അതെല്ലാം വളരെ വളരെ ചെറിയ ഗാലക്സീസ് ആണ്. എർത്തിന്റെ അടുത്തുള്ള ഏറ്റവും മേജർ ഗാലക്സി ആണെന്ത്, ഈ ഒരു ആൻഡ്രോമേഡ ഗാലക്സി ഓർ M31 ഗാലക്സി ഓർ മെസ്സിയർ 31 ഗാലക്സി എന്ന് പറയുന്ന ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is meant by a depleted economy as observed in India at the time of independence? ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ എന്തുകൊണ്ടാണ് ഡിപ്ലീറ്റഡ് എക്കോണമി എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഡിപ്ലീറ്റഡ് എക്കോണമി ആസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന്റെ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ എക്കോണമിയെ ഡിപ്ലീറ്റഡ് എക്കോണമി എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഡിപ്ലീറ്റഡ് എക്കോണമി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ, an economy with no provisions to replace physical assets that have deteriorated due to excessive use. Option B, an economy that relies heavily on agriculture with minimal industrial development. Option C, an economy that has a surplus of physical assets but lacks skilled labor. Option D, an economy with a high level of foreign debt and reliance on imports. ഇതിലേതാണ് ഇൻഡിപെൻഡൻസിന്റെ സമയത്തുണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണമിയെ ഡിപ്ലീറ്റഡ് എക്കോണമി എന്ന് വിളിക്കാനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, an economy with no provisions to replace physical assets that have deteriorated due to excessive use. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഫിസിക്കൽ അസറ്റ്സ് കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അസറ്റ്സ്, ഫാക്ടറീസ്, മെഷീൻസ് എക്സെട്ര, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ അസറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, റോഡ്, ബ്രിഡ്ജസ്, റെയിൽ നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് നമ്മൾ ഫിസിക്കൽ അസറ്റ്സിനകത്ത് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ടൂൾസ്, അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന ടൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിസിക്കൽ അസറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആ സമയത്തുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ അസറ്റ്സ്, ഫാക്ടറീസ്, മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്, റോഡ്, റെയിൽവേസ്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകൾ. ദെൻ അഗ്രികൾച്ചറൽ ടൂൾസ്, അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്. ഇതെല്ലാമാണ് ഫിസിക്കൽ അസറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, an economy with no provisions to replace physical assets that have deteriorated due to excessive use. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ടൈം ആലോചിച്ച് നോക്കുക. ആ ഒരു ടൈം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളെ ഇട്ടിട്ട് പോയൊരു ടൈമാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയ ടൈം എന്ന് പറയുന്നത്. ബ്രിട്ടീഷേഴ്സ് നമ്മളെ മാക്സിമം എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു, മാക്സിമം ചൂഷണം ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ മോഡേണൈസേഷൻ, ഇൻഡസ്ട്രിയെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റും ബ്രിട്ടീഷേഴ്സ് നടത്തിയിരുന്നില്ല. ഉള്ള അസറ്റ്സ് വെച്ചിട്ട്, അതായത് അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അസറ്റ്സ് വെച്ചിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതുവഴി മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ അവർ ഈ ഇൻഡസ്ട്രീസിനെയോ അഗ്രികൾച്ചറിനെയോ അല്ല നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെയോ ഒന്നും മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റും നടത്തിയിരുന്നില്ല. അവരെന്നാൽ ഈ ഫിസിക്കൽ അസറ്റ്സ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ അസറ്റ്സിനെ എല്ലാം എന്ത് ചെയ്തു, യൂസ് ചെയ്ത് അത് നശിപ്പിച്ച് കളയുകയും ചെയ്തിരുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റ് ചെയ്ത ഫിസിക്കൽ അസറ്റ്സിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻസും അന്ന് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു എക്കോണമി ആയിരുന്നു നമ്മുടെ എക്കോണമി. അതാണ് ഡിപ്ലീറ്റഡ് എക്കോണമി എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ഡിപ്ലീറ്റഡ് എക്കോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ അസറ്റ്സ് എല്ലാം തന്നെ ഉപയോഗം മൂലം നശിച്ചു പോയി. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തില്ല, ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുമൂലം നമ്മുടെ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇതാണ് ഡിപ്ലീറ്റഡ് എക്കോണമി എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. Next question. Which sectors in India has or have benefited maximum from globalization? ഗ്ലോബലൈസേഷനിൽ നിന്ന് ഇതിലേത് സെക്ടറാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൈനിങ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ, ഓപ്ഷൻ സി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ ടെക്നോളജി. ഗ്ലോബലൈസേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടിയത് ഇതിലേത് സെക്ടറിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. IT സെക്ടറിനാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ വഴി എന്ത് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. നമുക്കറിയാം 1991 എന്ത് ചെയ്തു, LPG റിഫോംസ് കൊണ്ടുവന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് നമ്മുടെ എക്കോണമി എന്ത് ചെയ്തു, തുറന്നു കൊടുത്തു. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്തു. അതുമൂലം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് IT സെക്ടറിനാണ്. മറ്റ് കൺട്രീസുമായിട്ടുള്ള റിലേഷൻസ് മൂലം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിനാണ്. ബാക്കി സെക്ടേഴ്സിനും, മൈനിങ്ങിനും അഗ്രികൾച്ചറിനും പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനും എല്ലാം തന്നെ ബെനിഫിറ്റ്സ് കിട്ടിയിരുന്നു. ബട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following sectors in Indian economy is also known as service sector? ഇതിൽ ഏത് സെക്ടറിനെയാണ് സർവീസ് സെക്ടർ എന്ന് കൂടി വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിൽ ടെറിഷറി സെക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സർവീസ് സെക്ടർ എന്നും വിളിക്കാറുള്ളത്. സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്തായിരുന്നു, എക്കോണമി ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്ത് നമ്മളെ എക്കോണമിയെ 5 സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിരുന്നു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ക്വാട്ടേണറി സെക്ടർ, ക്യൂനറി സെക്ടർ. അതിലെ ടെറിഷറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി ടെറിഷറി സെക്ടറോ സർവീസ് സെക്ടർ എന്താണ് ചെയ്യുന്നത്, പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനെയും ഹെൽപ്പ് ചെയ്യുന്നു. ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ടെറിഷറി സെക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which dwarf asteroid planet is present in the asteroid belt? ആസ്ട്രോയിഡ് ബെൽറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആസ്ട്രോയിഡ് ബെൽറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഡ്വാർഫ് പ്ലാനറ്റ് ഓർ കുള്ളൻ ഗ്രഹം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മേക്ക്, ഓപ്ഷൻ ബി പ്ലൂട്ടോ, ഓപ്ഷൻ സി സീറസ് ആൻഡ് ഓപ്ഷൻ ഡി എറിസ്. ഇതിൽ ഏതാണ് ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണപ്പെടുന്ന കുള്ളൻ ഗ്രഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സീറസ്. സോ സീറസ് ആണ് ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണപ്പെടുന്ന ഡ്വാർഫ് പ്ലാനറ്റ് ഓർ കുള്ളൻ ഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഈ സീറസ്, ഇനി ആസ്ട്രോയിഡ് ബെൽറ്റ്. സോ സീറസ് പറയുന്നതിന് മുമ്പേ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിൽ കാണുന്ന ആ ഒരു റീജിയൻ. സോ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റിന്റെ ഇടയിലുള്ള ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാണ് മാസ്. സോ ദിസ് ഇസ് മാസ്. ഇത് മാസിന്റെ ഓർബിറ്റ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇതാണ് ജൂപ്പിറ്റർ, ഇതാണ് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റ് എന്ന് വിചാരിക്കാം. ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ, സോ മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്, ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് ദി ആസ്ട്രോയിഡ് ബെൽറ്റ്. മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലുള്ള ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ഈ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്തായിരിക്കും, ആസ്ട്രോയിഡ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ലാർജ് റോക്കി സ്ട്രക്ചേഴ്സ്, വലിയ വലിയ പാറക്കഷ്ണങ്ങൾ പോലെയുള്ള റോക്കി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആസ്ട്രോയിഡുകളായിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഏക ഡാർക്ക് പ്ലാനറ്റ്, ഒൺലി ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്ത്, സീറസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഒൺലി ഡ്വാർഫ് പ്ലാനറ്റ്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ മാസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലുള്ള ഓർബിറ്റ്സിന്റെ ഇടയിലുള്ള റീജിയൻ ആയിട്ടുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിൽ
കാണപ്പെടുന്ന ഏക ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്ത് സീറസ് എന്ന് പറയുന്നത്. ഇനി സീറസ് എന്നുള്ള ഈ ഒരു പേര് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ ഗോഡസ് ഓഫ് അഗ്രികൾച്ചറിന്റെ പേരാണ്. അതായത് റോമൻ ഗോഡസ് ആയിട്ടുള്ള റോമൻ ദേവതയായിട്ടുള്ള അഗ്രികൾച്ചറിന്റെ റോമൻ ദേവതയുടെ പേരാണെന്ത് സീറസ് എന്ന് പറയുന്നത്. റോമൻ ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ, റോമൻ ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുടെ റോമൻ ദേവതയായിട്ടുള്ള റോമിലുള്ള കൃഷിയുടെ ദേവതയായിട്ടുള്ള സീറസ് എന്നുള്ള പേരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡ്വാർഫ് പ്ലാനറ്റിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്തായിരുന്നു മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റ്സിന്റെ ഇടയിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ഒരു ആസ്ട്രോയിഡ് നിറഞ്ഞ ഈ ഒരു റീജിയനെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണുന്ന ഏക ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് സീറസ് ആണ്. ഏക ഡ്വാർഫ് പ്ലാനറ്റ്, വേറെ ഒരു ഡ്വാർഫ് പ്ലാനറ്റും ഇല്ല, ഈ ഒരേ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ, അതാണെന്ത് സീറസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നോക്കുക. ഈ മേക്ക്, പ്ലൂട്ടോ, ഏറിസ്, ഇത് 3ഉം തന്നെ എന്ത് തന്നെയാണ് ഡ്വാർഫ് പ്ലാനറ്റ്സ് തന്നെയാണ്. ഇത് 3ഉം ഡ്വാർഫ് പ്ലാനറ്റ്സ് ആണ്. പക്ഷെ ഇതൊന്നും ആസ്ട്രോയിഡ് ബെൽറ്റിലല്ല കാണപ്പെടുന്നത്. മേക്കും പ്ലൂട്ടോയും എറിസും ഡ്വാർഫ് പ്ലാനറ്റ്സ് തന്നെയാണ്, കുള്ളൻ ഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ആസ്ട്രോയിഡ് ബെൽറ്റിലല്ല കാണുന്നത്, മറിച്ച് കുയിപ്പർ ബെൽറ്റിലാണ് കാണുന്നത്. കുയിപ്പർ ബെൽറ്റ്. സോ കുയിപ്പർ ബെൽറ്റിലാണ് ഈ 3 ഡ്വാർഫ് പ്ലാനറ്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നെപ്റ്റ്യൂണിന് ശേഷമുള്ള അല്ലെങ്കിൽ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റ് കഴിഞ്ഞുള്ള റീജിയനെയാണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിന് ശേഷമുള്ള, ഓർബിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ആ കുയിപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്ന 3 ഡ്വാർഫ് പ്ലാനറ്റ്സ് കുള്ളൻ ഗ്രഹങ്ങളാണ് മേക്ക്, പ്ലൂട്ടോ, ഏറിസ്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ ഒരേ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ, അതാണെന്ത് സീറസ് എന്ന് പറയുന്നത്. Next question. Which of the following is the longest line of latitude on the globe? ഗ്ലോബിൽ കാണപ്പെടുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്, ഏറ്റവും നീളമുള്ള ലാറ്റിറ്റ്യൂഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇക്വേറ്റർ, ഓപ്ഷൻ ബി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഓപ്ഷൻ സി ദി ആർട്ടിക് സർക്കിൾ ആൻഡ് ഓപ്ഷൻ ഡി ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ 4 ഓപ്ഷൻസിൽ ഗ്ലോബിൽ കാണുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമാജിനറി ലൈൻസ് ആണ്, സാങ്കല്പികമായിട്ടുള്ള ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന, സോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കുറച്ച് ഇമാജിനറി ലൈൻസ് ആണെന്ത് ഈ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എർത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ എർത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ട്, സോ എർത്തിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ഇമാജിനറി ലൈൻസ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ഇമാജിനറി ലൈൻസ്, ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻസിനെ വിളിക്കുന്ന പേരാണെന്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സോ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഡിറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണെന്ത് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. സോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേൾഡിന്റെ മേജർ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ ആണെന്ത് 0 ഡിഗ്രിയിൽ കാണുന്ന ഇക്വേറ്റർ എന്ന് പറയുന്നത്. സോ ഇക്വേറ്റർ ആണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇമാജിനറി ലൈൻസ് ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് റൺ ചെയ്യുന്ന, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് റൺ ചെയ്യുന്ന ഇമാജിനറി സാങ്കല്പിക ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. മേജർ ലാറ്റിറ്റ്യൂഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. ഇക്വേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എർത്തിനെ 2 ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നുള്ള 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് എർത്തിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ ആണെന്ത് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇക്വേറ്ററിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. സോ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ഇക്വേറ്റർ കാണുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്.
സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആണ്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്. അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് ആണ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിൾ ആണ്. ആർട്ടിക് സർക്കിൾ ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്ത് ആണ്. 66.5 ഡിഗ്രി നോർത്തിലാണ് ആർട്ടിക് സർക്കിൾ എന്നുള്ള ഇമാജിനറി ലാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് എന്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. സോ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 23.5 ഡിഗ്രി സൗത്തിലാണ്. 23.5 ഡിഗ്രി സൗത്തിലാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സോ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അന്റാർട്ടിക് സർക്കിൾ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അന്റാർട്ടിക് സർക്കിൾ ആണ്. അന്റാർട്ടിക് സർക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി സൗത്ത് ആണ്. 66.5 ഡിഗ്രി സൗത്തിലാണ് അന്റാർട്ടിക് സർക്കിൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഗ്ലോബിൽ കാണാൻ സാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. Next question. In economics, the slope of the demand curve is typically dash. ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, കർവ് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കർവ് ചെയ്യുന്ന ഷേപ്പ്. ഓപ്ഷൻ ബി, ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് ആയിട്ട് താഴേക്ക് പോകുന്ന കർവ്. ഓപ്ഷൻ സി, അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് കർവ് ചെയ്യുന്ന കർവ്. ഓപ്ഷൻ ഡി, സ്ട്രെയിറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ ഏതാണ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഷേപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി ഡിമാൻഡ് കർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ വൈ ആക്സിസിൽ പ്രൈസും, ഒരു വസ്തുവിന്റെ പ്രൈസും, എക്സ് ആക്സിസിൽ ആ ഒരു വസ്തുവിന്റെ എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും പ്ലോട്ട് ചെയ്യുകയാണ്. വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ആ ഒരു വസ്തുവിന്റെ എത്രമാത്രം ക്വാണ്ടിറ്റി, ഓരോ പ്രൈസിലും എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ്. ഈ ഒരു കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് കർവ്. സോ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്ന കർവ് ആണെന്ത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഡിമാൻഡ് കർവിന്റെ ഗ്രാഫിൽ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ താഴേക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും. ഇനി എക്കണോമിക്സിന്റെ ബേസിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബേസിക്സ് ഓഫ് എക്കണോമിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് കിടപ്പുണ്ട്. ലൈവ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈവ് സെക്ഷൻ്റെ അവിടെ എൻ്റെ ഒരു 6-7 ക്ലാസ്സസ്, ബേസിക്സ് ഓഫ് എക്കണോമിക്സിന്റെ 6-7 ക്ലാസ്സസ് കിടപ്പുണ്ട്. ഹെഡിങ് CGL എക്കണോമിക്സ് എന്നുള്ളതാണ് ഹെഡിങ്. ബട്ട് എക്കണോമിക്സിന്റെ ബേസിക്സ് എല്ലാ എക്സാമിനും ഒന്ന് തന്നെയാണ്. അതിപ്പോൾ CGL ആയാലും ഗ്രൂപ്പ് ഡിയുടെ എക്സാം ആയാലും അല്ല MTS SSCയുടെ MTS എക്സാം ആയാലും ഏത് എക്സാം ആയാലും ബേസിക്സ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് എക്കണോമിക്സ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലെവലിനകത്ത് മാത്രമേ ചേഞ്ച് വരൂ, കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. സോ ബേസിക്സ് ഓഫ് എക്കണോമിക്സിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ ലൈവ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ആ ലൈവ് സെക്ഷൻ്റെ അവിടെ എൻ്റെ ക്ലാസ്സസ്, നേരത്തെ ലൈവ് പോയ ക്ലാസ്സസിന്റെ റെക്കോർഡിങ്സ് അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതെല്ലാം തന്നെ വരും. ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടു നോക്കുക. ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് കണ്ടാൽ മതി.
Next question, which of the following is calculated as the percentage change in demand for the goods divided by the percentage change in price of the goods? So percentage change in demand, percentage change in the demand of the goods, goods in the demand nathu varuna change divided by goods in the price nathu varuna change. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് the percentage change in demand for the goods divided by the percentage change in price for the goods. ഒരു ഗുഡിന്റെ, ഒരു വസ്തുവിന്റെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ തന്നെ ആ ഒരു വസ്തുവിന്റെ ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചും കാണിക്കുന്നത് അല്ലെങ്കിൽ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ബി പ്രൊഡക്റ്റ് കോസ്റ്റ്, ഓപ്ഷൻ സി ടോട്ടൽ യൂട്ടിലിറ്റി, ഓപ്ഷൻ ഡി സർപ്ലസ്. ഇതിലേതാണ് നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച്, സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഫോർ ദ ഗുഡ്. ഒരു വസ്തുവിന്റെ ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ ഒരു വസ്തുവിന്റെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരിക്കും. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ്, ഒരു വസ്തുവിന്റെ ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ ഒരു വസ്തുവിന്റെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. Next question, the percentage change in demand for a good divided by the percentage change in its price is known as dash. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഒരു മോഡിഫൈഡ് ഫോമിലാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ്. So percentage change in demand for a good divided by the percentage change in prices. Percentage change in demand for a good divided by percentage change in prices. ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെന്തായിരുന്നു? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരുന്നു. പക്ഷേ ഡിനോമിനേറ്ററിൽ പ്രൈസ് വരുന്നതുകൊണ്ട് ആ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. Percentage change in demand for a good divided by percentage change in prices for the good. ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കാം. പക്ഷെ ഡിനോമിനേറ്ററിനകത്ത് പ്രൈസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഇതിനെ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കും. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ ഗുഡ്, ഒരു വസ്തുവിന്റെ ഡിമാൻഡിനകത്ത് വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒരു വസ്തുവിന്റെ പ്രൈസിനകത്ത് വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന പ്രൈസസ് ആണ്, അതുകൊണ്ട് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓപ്ഷൻ ഒന്നും കൂടെ സ്പെസിഫിക് ആക്കി തന്നേ ഉള്ളൂ, സെയിം സാധനം തന്നെയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വേണമെങ്കിൽ ജനറലി പറയാം, പക്ഷേ ഡിനോമിനേറ്ററിൽ പ്രൈസ് കിടക്കുന്നുണ്ട്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ വിളിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the measure of responsiveness of the demand for tea towards a change in price of coffee in the market is an example of dash. The measure of responsiveness of the demand for tea towards a change in price of coffee in the market. മാർക്കറ്റിൽ കോഫിയുടെ പ്രൈസിന് ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാർക്കറ്റിൽ ടീയുടെ ഡിമാൻഡ് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു മാർക്കറ്റിൽ കോഫിയുടെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്
ടീയുടെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് എന്തിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു മെഷർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡയറക്റ്റ് ഡിമാൻഡ്, ഓപ്ഷൻ ബി ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ സി കോമ്പോസിറ്റ് ഡിമാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ് ഡിമാൻഡ്. ഇതിലേതാണ് പെർസെൻറ്റേജ് കോഫിയുടെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാർക്കറ്റിലുള്ള ടീയുടെ ഡിമാൻഡിന്റെ ചേഞ്ചിന്റെ റെസ്പോൺസീവ്നെസ് കാണിക്കുന്ന മെഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നോക്കാം. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച്. സോ percentage change in quantity demanded for one product. Explain ചെയ്യാം. Percentage change in quantity demanded for product X. Product X divided by percentage change in price of product Y. So percentage change in price of product Y. സോ എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ മാർക്കറ്റിൽ രണ്ട് ഗുഡ്സ് അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്ട്സ് എക്സും ഉണ്ട് വൈയും ഉണ്ട്. സോ വൈയുടെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് എക്സിന്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. സോ ഒരു പ്രൊഡക്റ്റ് എക്സിന്റെ ഡിമാൻഡിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് കമ്പയർഡ് ടു ഒരു പ്രൊഡക്റ്റ് വൈ, റിലേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വൈയുടെ പ്രൈസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച്, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, എക്സും വൈയും. സോ ഈ രണ്ട് പ്രൊഡക്ട്സ് എക്സും വൈയും ഉണ്ട്. സോ വൈയുടെ പ്രൈസിനകത്ത് വരുന്ന ചേഞ്ച് എക്സിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി, വൈ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്ത്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ പ്രൊഡക്റ്റ് എക്സ്. എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച്. സോ ഈ വൈ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് എക്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് മെഷർ ചെയ്യുന്നതാണെന്ത്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാം. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാം. ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോഫിയും ടീയും എടുക്കുന്നു. ഇതേ ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. കോഫിയും ടീയും ഇതേ ക്വസ്റ്റ്യന്റെ ഇതേ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നു. നമ്മളൊരു മാർക്കറ്റ് കൺസിഡർ ചെയ്യുന്നു. അവിടെയുള്ള രണ്ട് കാര്യങ്ങൾ കോഫിയും ടീയും എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി കോഫിയും ടീയും എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരും. ഇതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് പ്രൈസ് ഓഫ് കോഫി ഇൻക്രീസസ്. ഒരു മാർക്കറ്റിൽ, അതായത് നിങ്ങൾക്ക് ടീ ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്, രണ്ടും നിങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടമാണ്, ഏത് കിട്ടിയാലും നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. സപ്പോസ് മാർക്കറ്റിൽ കോഫിയുടെ പ്രൈസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. മാർക്കറ്റിൽ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കോഫി കുടിക്കുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും കോഫി ഇഷ്ടമാണ്, ടീ ഇഷ്ടമാണ്. കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടും. സോ നിങ്ങൾക്ക് കൂടുതൽ ചെലവാക്കാൻ താല്പര്യമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് എന്ത് ചെയ്യും, ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഓഫ് ടീ ഇൻക്രീസസ്. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറച്ച് പേര് ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒരു വസ്തുവിന്റെ
പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ കോഫിയും ടീയും എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടീയുടെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടീയും കോഫി എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ ആ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഈ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഈ ഒരു ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് തരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഈ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു? percentage change. So percentage change in quantity demanded of product X divided by percentage change in price of product Y. ഇതായിരുന്നല്ലോ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു? ഒരു വസ്തുവിന്റെ പ്രൈസ് ഒരു പ്രൊഡക്റ്റ് വൈയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് എക്സിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിക്കകത്ത് വരുന്ന ചേഞ്ച്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടുന്നത്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുക്കുക. ഇതേ ക്വസ്റ്റ്യനിൽ ടീയുടെയും കോഫിയുടെയും എക്സാമ്പിൾ എടുക്കുക. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇവിടെ പ്രൊഡക്റ്റ് വൈ എന്ന് പറയുന്നത് കോഫിയാണ്. കോഫിയുടെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് എക്സ്, അതായത് ടി, ഇവിടെ പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് ടി ആണ്. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ടീയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ടീയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് വന്നത്? പോസിറ്റീവ് വന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റൊരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡോട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ഇനി എക്സാമ്പിൾ മനസ്സിലായില്ലെങ്കിൽ ഇത്ര മാത്രം പഠിക്കുക. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പോസിറ്റീവ് ആണ്. ഈ രണ്ട് പോയിന്റ് മാത്രം മനസ്സിൽ വെച്ചേക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ്? ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നു. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ടീയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ടീയുടെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്തു. സോ ടീയും കോഫി എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി ഓഫ് ഗുഡ്സ് ഉണ്ട്, അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സോ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. പെന്നും ഇങ്കും, പെൻ ആൻഡ് ഇങ്ക്, ഈ രണ്ട് ഗുഡ്സ് എടുക്കുക. സപ്പോസ് പെന്നിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിച്ചോ. പ്രൈസ് ഓഫ് പെൻ ഇൻക്രീസസ്. പെന്നിന്റെ പ്രൈസ് പേനയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പേനയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പേനയുടെ വില ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പേന വാങ്ങുന്നത് സ്വാഭാവികമായിട്ടും കുറയ്ക്കും. സോ നോർമലി നിങ്ങളുടെ കേസിൽ എന്താ ചെയ്യുന്നത്? ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം വാങ്ങുന്ന എന്ത് ചെയ്യും? കുറയ്ക്കും. സോ പേനയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പേന വാങ്ങുന്നത് കുറയ്ക്കും. പേന ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് മഷിയുടെ ആവശ്യമുള്ളൂ. ആൾക്കാർ പേന വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ മഷി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്കിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. സോ ഡിമാൻഡ് ഓഫ് ഇങ്ക് ഡിക്രീസസ്. സോ പെന്നിന്റെ പ്രൈസ്, പേനയുടെ പ്രൈസ് അല്ലെങ്കിൽ പേനയുടെ വില ഇൻക്രീസ് ചെയ്തപ്പോൾ ആൾക്കാർ പേന വാങ്ങുന്നത് കുറച്ചു. ആൾക്കാർ പേന വാങ്ങിയില്ലെങ്കിൽ ആൾക്കാർക്ക് മഷിയുടെ ആവശ്യമില്ല. സോ മഷി വാങ്ങുന്നത് എന്ത് ചെയ്യും? ആൾക്കാർ കുറയ്ക്കും. മഷി വാങ്ങുന്നത് കുറച്ച് കഴിഞ്ഞാൽ മഷിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ പേനയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ മഷിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഒരു എക്സാമ്പിൾ പറയാം, ഷൂവും സോക്സും. സപ്പോസ് ഷൂവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന വിചാരിക്കാം. അതായത് ഷൂവിന്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു.
ഷൂവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതോടുകൂടി ആൾക്കാർ ഷൂ വാങ്ങുന്നത് കുറച്ചു. ആൾക്കാർ ഷൂ വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ ആൾക്കാർ സോക്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ സോക്സ് വാങ്ങുന്നത് ആൾക്കാർ കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ സോക്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്? ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വസ്തുവിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. പേനയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ആൾക്കാർ പേന വാങ്ങുന്നത് കുറച്ചു. ആൾക്കാർക്ക് പേന ഇല്ലെങ്കിൽ മഷിയുടെ ആവശ്യമില്ല, മഷി വാങ്ങുന്നതും കുറയ്ക്കും, മഷിയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ഈ ഒരു ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് മാത്രം ഓർത്ത് വെച്ചേക്കുക. Next question, the curve that shows the levels of output at a profit maximizing firm would choose to produce at different values of the market price is called the firm's dash. The curve that shows the levels of output that a profit maximizing firm would choose to produce at different values of market price is called the firm's dash. അതായത് ഡിഫറെന്റ് മാർക്കറ്റ് പ്രൈസസ്, മാർക്കറ്റിലുള്ള ഒരു വസ്തുവിന്റെ പ്രൈസിനെ ബേസ് ചെയ്ത് ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം, അതായത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രമാത്രം ഔട്ട്പുട്ട് ആണ് എന്ന് കാണിക്കുന്ന കേർവിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡിമാൻഡ് കർവ്, ഓപ്ഷൻ ബി വേരിയബിൾ കർവ്, ഓപ്ഷൻ സി സപ്ലൈ കർവ്, ഓപ്ഷൻ ഡി പെർഫോമൻസ് കർവ്. ഇതിലേതാണ് ഈ ഒരു ഡെഫിനിഷന് ആപ്റ്റ് ആയിട്ടുള്ള കേർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റിലുള്ള ഒരു വസ്തുവിന്റെ പ്രൈസിനനുസരിച്ച് ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി എത്രമാത്രം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കേർവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സപ്ലൈ കേർവ്. അതായത് ഇപ്പോൾ y ആക്സിസിൽ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്യുന്നു, x ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് മാർക്ക് ചെയ്യുന്നു. സോ ഒരു വസ്തുവിന്റെ പ്രൈസിനനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്, ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ചെലവാകുന്ന ആകത്തുക, അതായത് കൊക്കോ ബീൻസ് മേടിക്കണം, ഷുഗർ മേടിക്കണം, മിൽക്ക് മേടിക്കണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ലേബർ ചാർജ്, ഇലക്ട്രിസിറ്റിയുടെ ചാർജ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ചെലവാകുന്ന ആകത്തുക, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ 5 രൂപയാണെന്ന് വിചാരിക്കാം. ആൻഡ് നിങ്ങൾ മാർക്കറ്റിൽ ഈ ഒരു ചോക്ലേറ്റ് വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. ഒരു ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ ചെലവാകുന്നത് 5 രൂപയാണ്. നിങ്ങൾ ചോക്ലേറ്റ് മാർക്കറ്റിൽ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കച്ചവടത്തിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 രൂപയായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ ഡിമാൻഡ് അങ്ങ് കൂടി. സോ മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ ഡിമാൻഡ് കൂടിയതോടുകൂടി പ്രൈസും എന്ത് ചെയ്തു? അല്ലെങ്കിൽ സപ്പോസ് മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു വിചാരിക്കാം. നേരത്തെ 10 രൂപയായിരുന്ന ചോക്ലേറ്റിന്റെ പ്രൈസ് ഇപ്പോൾ 12 രൂപയാണെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ചെലവാകുന്ന തുക അത് തന്നെയാണ്. അതായത് കൊക്കോ ബീൻസിന്റെ വില സെയിം ആണ്, ഷുഗറിന്റെ വില സെയിം ആണ്, ഇലക്ട്രിസിറ്റി സെയിം ആണ്, ലേബർ ചാർജ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5 തന്നെയാണ്. പക്ഷെ മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ പ്രൈസ് എന്ത് ചെയ്തു? 12 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. സോ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? 7 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്യും. 5 രൂപയ്ക്ക് ഉണ്ടാക്കി 12 രൂപയ്ക്ക് എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. സോ നിങ്ങളുടെ പ്രോഫിറ്റ് 7 ആയി. നേരത്തെ 5 ആയിരുന്ന പ്രോഫിറ്റ് 7 ആയി. പ്രോഫിറ്റ് കൂടി. സോ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂട്ടും. സോ മാർക്കറ്റിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ കൂട്ടി. അതേസമയം മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ പ്രൈസ് കുറഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റും കുറയും, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യും? കുറയും. സോ നിങ്ങൾ പ്രോഫിറ്റ് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, നിങ്ങൾ നടത്തുന്ന കമ്പനി പ്രോഫിറ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് പ്രൈസിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ കൂടുതൽ വില കിട്ടുമെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, മാർക്കറ്റിൽ വില കുറവാണെങ്കിൽ നിങ്ങൾ കുറവച്ചേ എന്ത് ചെയ്യുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇതാണെന്ത് സപ്ലൈ കർവിൽ കാണിക്കുന്നത്. സപ്ലൈ കർവിൽ എന്താ കാണിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഒരു സെല്ലർ എത്രമാത്രം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ കർവ് കാണിക്കുന്നത്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റീസ് ലൈസ് ഓൺ ദി ഇക്വേറ്റർ? ഇതിൽ ഏത് സിറ്റിയാണ് ഇക്വേറ്ററിൽ ലൈ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പോണ്ടിയാനാക്, ഓപ്ഷൻ ബി കെയ്റോ, ഓപ്ഷൻ സി പോർട്ട് ബ്ലെയർ, ഓപ്ഷൻ ഡി ആഡിസ് അബാബ. ഇതിൽ ഏത് സിറ്റിയാണ് ഇക്വേറ്ററിൽ ലൈ ചെയ്യുന്നത്, അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ലൈ ചെയ്യുന്ന സിറ്റി ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പോണ്ടിയാനാക്. സോ പോണ്ടിയാനാക് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ റീജിയനിൽ കിടക്കുന്ന ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ ആണ്. സോ ഇന്തോനേഷ്യൻ റീജിയനിലാണ് ഈ പോണ്ടിയാനാക് എന്നുള്ള സിറ്റി ലൈ ചെയ്യുന്നത്. ആൻഡ് ഇന്തോനേഷ്യൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൽ ലൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതാണ് ഈ സിറ്റീസിൽ, ഈ 4 സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പോണ്ടിയാനാക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്ററിൽ ലൈ ചെയ്യുന്നത്, അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ലൈ ചെയ്യുന്ന സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following countries have more than one standard meridian? ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയനിൽ കൂടുതലുള്ള കൺട്രി ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ബേസിക്കലി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ടൈം സോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഉള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈം സോൺസ് ഉള്ള കൺട്രി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, USA. സോ USAയുടെ കേസിൽ യുഎസിന് 7 സ്റ്റാൻഡേർഡ് മെറിഡിയൻസ് ആണുള്ളത്. ബാക്കിയുള്ള 3 കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യ, ജപ്പാൻ, അഫ്ഗാനിസ്ഥാൻ ഇവർക്കെല്ലാം ഒരേ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ മാത്രമേ ഉള്ളൂ. അതേസമയം USAക്ക് 7 സ്റ്റാൻഡേർഡ് മെറിഡിയൻസ് എന്തുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ ടൈം കാൽക്കുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ഡാഷ്. ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡെവലപ്ഡ്, ഓപ്ഷൻ ബി ഡെവലപ്പിംഗ്, ഓപ്ഷൻ സി അണ്ടർ ഡെവലപ്ഡ് ആൻഡ് സ്റ്റാഗ്നന്റ്, ഓപ്ഷൻ ഡി അണ്ടർ ഡെവലപ്ഡ്. ഇതിലേതായിരുന്നു ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആൻഡ് സ്റ്റാഗ്നന്റ്. ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യയുടെ എക്കോണമി എന്തായിരുന്നു, ഒട്ടും ഡെവലപ്ഡ് അല്ലായിരുന്നു, അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഇന്ത്യൻ എക്കോണമിക്ക് ഗ്രോത്ത് ഇല്ലായിരുന്നു. ഇന്ത്യൻ എക്കോണമി എന്തായിരുന്നു, വളരെ വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടാണ് കിടന്നിരുന്നത്. സോ ഇതാണ് അന്നത്തെ ഇൻഡിപെൻഡൻസിന്റെ സമയത്തുള്ള ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസേ നമുക്ക് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അത് നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് സെഷനിൽ, എക്കോണമിയുടെ നെക്സ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ആ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകാം. അതായിരിക്കും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.